ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ എപ്പിസോഡ് ഓഫ് കിണ്ണം കച്ചി എസ് എം ബി. സോ ഗൈസ്, നമ്മളിന്ന് വന്നിട്ടുള്ളത് കിണ്ണം കച്ചി എസ് എം ബിയിൽ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. നമ്മുടെ കൂടെ ഇന്ന് കളിക്കാനുള്ളത് ബീക്കൺ ഗെയിമിംഗ് വൈറ്റി ആൻഡ് സരക്ക് ഉണ്ട്. പിന്നെ അണ്ണൻ്റെ അനിയൻ വന്നിട്ടില്ല അണ്ണാ. ഹലോ ഹലോ ഓക്കെ. നമ്മുടെ ബീക്കൺ ഗെയിമിംഗ് വൈറ്റിയുടെ അനിയനും ഉണ്ട്, പിന്നെ സരക്കുണ്ട്, വോൾഫ് ഗെയിമിംഗ് വൈറ്റി. സോ നമ്മളിന്ന് കുറച്ച് പണിയായിട്ട് വന്നതാണ്. നമുക്ക് പ്രത്യേകിച്ച് പണിയെന്ന് പറയുമ്പോൾ ഫുള്ളൊന്ന് സിറ്റി കറങ്ങി സിറ്റി എന്തുവായിരുന്നു നമ്മുടെ ഈ സ്ഥലം ഫുള്ളൊന്ന് കറങ്ങി നടക്കണം. പിന്നെ എൻ്റെ വീടിൻ്റെ ഒരു ടൂറുണ്ട്, അത് ചെയ്യണം. എന്നാൽ പിന്നെ അണ്ണനെ നട്ടേക്കണേ, ഞാൻ പോവാ. ഇപ്പോൾ വരാം. ഞാൻ ആദ്യം എൻ്റെ വീട് കാണിക്കാൻ എൻ്റെ വീട്. സോ ഇതാണ് നമ്മുടെ വീട്. ഹലോ. പറഞ്ഞോ സാറേ. അത് പ്രത്യേകിച്ച് റെക്കോർഡിങ്. ഇത് നമ്മുടെ സാധനങ്ങൾ, പിന്നെ വേറെ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ വീടിൻ്റെ സെക്കൻഡ് ലെയർ ആണ്. പ്രത്യേകിച്ച് ഇൻറ്റീരിയർ പണിയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ കുറച്ച് ലാൻഡാണ് സെറ്റാക്കി. പിന്നെ ഇവിടെ ലാൻഡാണ് ഇടണമെന്നൊരു ഡൗട്ടുണ്ട്. ഈ സ്പേസ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിവിടെ എൻചാൻറ്റ് ടേബിൾ വെക്കാനുള്ള സ്പേസ് അത്. പിന്നെ ഉള്ളത് നമ്മുടെ ഇവിടെ നമ്മുടെ ബേക്കണണ്ണൻ്റെ അനിയൻ പണിയൊരു പിക്കാസാണിത്. കൺസ്ട്രക്റ്റഡ് ബൈ ഡെയർ. പിന്നെ ഉള്ളത് മാക്സ് ബ്രോയുടെ ഒരു വീടുണ്ട്. അയ്യോ, ഇതിപ്പം ഇത് ഞാൻ കണ്ടില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഡെയർ ഡെവിളിക്കാം. ഫുള്ള് ഡയമണ്ട് ആർമറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ ഇതാണ് നമ്മുടെ ഡെയർ ഡെവിളിൻ്റെ ക്യാപ്പിൽ. നമ്മളിങ്ങനെ ചുമ്മാ തണ്ടി തിരിഞ്ഞ് നടക്കും. ഇവിടെ അയൺ ഫാം, ഇത് ഞാൻ കാണിക്കാൻ പറഞ്ഞു ഗൈസ്. ഇത് നമ്മുടെ അയൺ ഫാം. അയ്യോ ശരിയെന്നാ, എനിക്ക് ലാഗടിയുണ്ട് ചെറുതായിട്ട്. പിഞ്ഞ. സോ ഗൈസ്, അയ്യോ ഇടയ്ക്കൂടെ കയറി. ഇതാണ് നമ്മുടെ അയൺ ഫാം. ഈ ബട്ടണൊക്കെ തുരൂരാ വരിയിട്ടേക്കുവാണ്. ഇതാകുമ്പോൾ നമ്മുടെ ഇതൊന്നും അയൺ കോളൊന്നും ഇവിടെ പോണാകത്തില്ല. റിസൾട്ട് കാണിച്ചുതരാം ഞാൻ. അയ്യോ ഞാൻ കുഴിയും കണ്ടു. 2 സ്റ്റെപ്പ്, ഓൾമോസ്റ്റ് 3 സ്റ്റാക്ക് ആവുന്നു. കണ്ടോ എന്ന് ചാവുന്നുണ്ടോ? അത്രേ ഉള്ളൂ. ഞാൻ ഒന്ന് ഫുഡ് അടിക്കട്ടെ. അണ്ണ ഒന്ന് രാവിലെ ആക്കി അണ്ണ കയറി കിടന്നു. പിന്നെ അയ്യോ സ്പൈഡർ, അയ്യോ. പിന്നെ ഇവിടെ 2-3 ഷുഗർ കെയിൻ ഫാം ഉണ്ട്. ആ വലിയ വീടാണ് നമ്മുടെ തനാത്തോസിൻ്റെ വീട്. ഇത് നമ്മുടെ സരക്കിൻ്റെ പണിയാണ്. ഇത് ഈ സാധനം എന്തുവാ, ഈ ഷുഗർ കെയിൻ ഫാമും പിന്നെ ഈ ഷീപ്പിൻ്റെ ഫാമും അതന്നെ കോഴിയുടെ ഫാമും പശുവിൻ്റെ ഫാമും ഒക്കെ ബീക്കൺ ഗെയിമിംഗ് വൈറ്റിയുടെ ആദ്യത്തെ എപ്പിസോഡിൽ ഇട്ടിട്ടുണ്ട്. കയറി ചെക്ക് ചെയ്യാം. പിന്നെ ഇത് നമ്മുടെ IED ബാബുവിൻ്റെ ബേസ് ഇത്. പിന്നെ ഇങ്ങോട്ട് കുറച്ച് പോയാൽ കുറച്ച് സാധനങ്ങളുണ്ട്. ഞാനൊരു സാധനം പണിഞ്ഞുകൊണ്ടിരുന്നേ കണ്ടോ. നമ്മുടെ ഷോപ്പിംഗ് മാൾ വരുന്നുണ്ട് സെർവറിൽ. സസ്പെൻസ് ആണ് ഏറ്റവും ലാസ്റ്റ് പണിഞ്ഞ് കഴിഞ്ഞിട്ടാണ് കാണിക്കുന്നുള്ളത്. ഇറ്റ്സ് എ ബിഗ് സസ്പെൻസ്. ഇത് നമ്മുടെ എനിക്ക് തോന്നുന്നു ഈ വീട് ഞാൻ മറന്നുപോയി, 6 പിന്നെ ഉള്ളത് ഇവിടെ ഒരു ബിഗ് സാധനം ഉണ്ട്, കിണ്ണം കാച്ചിന്നൊക്കെ എഴുതി വെച്ചിട്ട്. ഈ സ്പൈഡർ എൻ്റെ പുറകെ കിടക്കുമായിരുന്നു.
അത് കൊള്ളാം. പാലമൊക്കെ കയറി വന്നു സാധനം. ആണ്ടോ അയ്യോ പിന്നെയും വരുന്നു എൻ്റെ പുറകെ ഇങ്ങനെ വെച്ച് പിടിക്കുവാന്നല്ലോ ഒരുമാതിരി. ഇവിടെ നിന്ന് അത്ര ഇതില്ല, എന്നാലും കാണാം കിണ്ണം കാച്ചി. കിണ്ണമായതുകൊണ്ടാണ് കിണ്ണം കാച്ചി നമ്മൾ ഇട്ടത്, അത്രേ ഉള്ളൂ. പിന്നെ ഇത് നമ്മുടെ തനാത്തോസിൻ്റെ വീട്. വിഷയ സാധനം അല്ല, അപ്പാർട്ട്മെന്റ് അല്ല, ഷോപ്പിംഗ് മാൾ പോലെ ഇരിക്കുന്നു. ഓ ഇവിടെ കിടില ഐഡിയ ആണല്ലോ. അതാ. ആ ബാബു വന്നോ നീ? ഉണ്ടോ ഇത്രയും വലിയ വീട്? ചെന്ന് കയറുമ്പോഴേ പിന്നെ അല്ലാണ്ട് നമ്മളെ ചെക്കന്മാരുടെ പണിയല്ലേ ഇത്. Who needs rocket? അയ്യോ നല്ലതാ. ക്രിയേറ്റീവിലാന്നേലും കഷ്ടപ്പാടിന് ഒരു ഓക്കെ. നമുക്ക് ഇനി ഇവിടുന്ന് സ്ഥലം വിടാം. തനാത്തോസ് എവിടുന്നേലൊക്കെ പറന്നു വരും. ഓടിക്ക. എന്തുവാ കൈസ് ഇത്? പിന്നെ നമ്മുടെ ഒരു വലിയ ടവറൊക്കെ വെച്ചിട്ട് ക്യാമ്പ് ഫയറൊക്കെ വെച്ച് 6 ഐഡിയ ഒരു പിടുത്തവും ഇല്ല. ഇത് പിന്നെ നമ്മുടെ സ്റ്റോർ റൂമാണ്. ഇതും മറ്റേ വീഡിയോക്കകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സെറ്റപ്പ് സാധനങ്ങളല്ലേ. അതുകൊണ്ട് ഇവിടെ ഒരു അയൺ ഫാം ഒക്കെ ഉണ്ട്. ആണ്ട കിടക്കുന്നു. ഇത് വാളല്ലേ ഞാൻ. പിന്നെ അല്ലാണ്ട് പിന്നെ എനിക്ക് ഫുൾ ഞാൻ ഇപ്പോഴേ ഒരു കാര്യം ഓർത്താ ഞാൻ ഫുൾ അയൺ ആർമർ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. അതിനകത്ത് ചുമ്മാ കുറെ ലൂട്ടാ. ഓ ഇതെന്തോ എൻ്റെ തലയുടെ മണ്ടയ്ക്ക് വേറെ ചെസ്റ്റ്. ഓ ഗ്ലിച്ചടിച്ചല്ലേ. ഡെയർ ഡെവിലെ ഒന്ന് ഓടിവാ. നമ്മുടെ ബാബു കുഴിയിലോട്ട് വീണിട്ടുണ്ട്. ഇല്ല ചെസ്റ്റൊക്കെ കിടക്കുന്നുണ്ട്. ഓടിവാ. ഇതെങ്ങനെ ഇത് കയറി? നല്ലതാ. ഫുഡൊക്കെ വെച്ച് കയറി. അവൻ കയറി. അറിയില്ലേ. എനിക്ക് 57 ആയാണ് കിട്ടി. ആരാ ആയിരിക്കും. അയ്യോ ഇവിടെ വന്നപ്പോഴേ തുടങ്ങി ലാഗടി. ഫോണും ചെറുതായിട്ട് ചൂടായി. അതൊന്നും വെച്ചില്ല. അതൊന്നും നമുക്ക് വിഷയമുള്ള കാര്യം. സാർക്ക് പിന്നെ വന്നു പോയായിരുന്നു. അവന് കയറാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് പോയായിരുന്നു. ശരിയാ. ഞാൻ ഫുൾ അയാളൊന്ന് സെറ്റ് പോയല്ല സമാധാനം. പിന്നെയും വന്ന് എന്തുവാ അതല്ലേ കെവിൻ വിചാരിച്ചാണ് പോയല്ലോ സമാധാനം. എന്നിട്ട് വീണ്ടും കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും വന്നവൻ പറഞ്ഞിട്ട്. ഏയ് നമ്മളത്രക്കാരനല്ല. ആരുമില്ല, എല്ലാരും സർവൈവലാ. അത് നമ്മള് ബ്ലോക്കൊക്കെ വെച്ച് നമ്മള് സെറ്റാക്കി. കുറെ ബ്ലോക്കൊക്കെ കണ്ടുപിടിച്ചു കൊണ്ടുവന്ന് സെറ്റാക്കി. അത്രേ ഉള്ളൂ. കണ്ടായിരുന്നല്ലോ. താങ്ക് യു. അങ്ങനെ രാവിലെ ആക്കിയിട്ടുണ്ട്. എനിക്ക് ഫുൾ അയൺ ആർമർ സെറ്റ് ആയിട്ടുണ്ട്. എനിക്കിനിയും 30 അയൺ ബാക്കി കിടപ്പുണ്ട്.
ക്ലാസ് ഒക്കെ എൻ്റെ ഉണ്ട്. എൻ്റെ വീട്ടിൽ വാ, എൻ്റെ വീട്ടിൽ വാ, എൻ്റെ വീട്ടിൽ വാ, എൻ്റെ വീട്ടിൽ വാ. എൻ്റെ ഒരു സ്റ്റാക്ക് ക്ലാസ് ഇരിപ്പുണ്ട്. ഞാൻ ആവശ്യം വരുമെന്ന് വെച്ച് ഉണ്ടാക്കി വെച്ചതാ. എന്തി നീ എവിടാ? എൻ്റെ ഇവിടെ ഇല്ല, തടി കൊണ്ട് ഉണ്ടാക്കിയല്ലോ ഒരു മോഡേൺ ഹൗസ്. ഇല്ല, ബീക്കണ്ട വീടിയേക്ക്. അതൊന്നും അല്ല, താണ്ട് ഇവിടെ സെന്ററിന് ബീക്കണ്ട വീടിന്റെ പുറകിൽ എൻ്റെ വീട്. ഞാൻ അങ്ങോട്ട് വീട്ടിൽ താണ്ട ഇവിടെ 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 ബാക്കിൽ 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 ആണ്ട് ഇവിടെ ഇട്ടിട്ടുണ്ട്. എടുത്തോ. ആണ്ട് ഇവിടെ ഇട്ടിട്ടുണ്ട്. പക്ഷെ അവൻ അങ്ങോട്ട് ഓടിയോ? പെട്ടെന്ന് ഒന്ന് എടുത്തോ. ഓക്കെ. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഇതിനകത്തില്ലല്ലോ. പിന്നെ ഇത് കൊള്ളാമല്ലോ, നല്ല സാധനമാണല്ലോ. ഇതാറേ വീട്, ഇതാറേ വീട് കൊള്ളാലോ. ആളെ പെല്ലവറാന്ന് ഉറപ്പായി. പെറ്റിനെയൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ നിന്ന് ഇറങ്ങിയേക്കാം. എൻ്റെ ഡിസൈനിങ് എല്ലാം കഴിഞ്ഞിട്ട് മതി ഇങ്ങോട്ടുള്ള വരവ്. ഓണ്ട ഇപ്പം ക്ലിയർ ആയിട്ട് കിണ്ണം കാച്ചി കാണാം. കണ്ടോ? ഇപ്പം ക്ലിയർ ആയിട്ട് കിണ്ണം കാച്ചി കാണാം. കണ്ടോ? എൻ്റെ മോനെ വിശ്വാസമാണ്. സീൻ സാധനം. എൻ്റെ ബേസിനകത്ത് ഇതെന്ത് പണിയുന്നേ? ഇത് ഗ്ലാസ് വെച്ച് അടയ്ക്കുവാണോ? പിന്നെ നമ്മുടെ ഇതിൻ്റെ അകത്ത് ഇവിടെയുള്ള കേസ് നമ്മുടെ ഇവൻ്റെ ബേസ്, ആരുടെ ബാബുവിൻ്റെ ബേസ്, നമ്മുടെ സൂപ്പർ മാർക്കറ്റല്ല, ഷോപ്പിംഗ് മാള്. തീരുമാനം പറയട്ടെ. യൂട്യൂബിൽ ഇനി നമ്മളൊന്ന് സെറ്റ് ആവുന്ന വരെ ഇനി വേറെ പ്ലാറ്റ്ഫോമിൽ സ്ട്രീം ചെയ്യേണ്ടെന്ന് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ ഓട്ടെ. പിന്നെ ഇന്ന് ലൈവ് വെച്ചെല്ലാം ഫ്ലോപ്പ് ആയി പോയി. സത്യം. ഞാൻ എടുത്ത് കളഞ്ഞിട്ടില്ല, കിടപ്പുണ്ട്. നോക്കാം എന്താ ചെയ്യണ്ടെന്ന്. പിന്നെ പ്രത്യേകിച്ച് ഈ ടവർ ആരുടെ പണിയാ? ഈ ഷുഗർ കെയിൻ ആരാന്ന് വെച്ചാൽ എടുത്തോ. എനിക്ക് വയ്യ, ഇത്രയും ഷുഗർ കെയിനൊക്കെ എടുത്തിട്ട് ആരെടുക്കാന്. സൂപ്പർ മാർക്കറ്റിന്റെ പണിയാണ്. സോ പിന്നെ പ്രത്യേകിച്ച് ടൂറും പണിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പിന്നെന്തുള്ള മൈനിങ് നാളെ ഉള്ളു. മൈനിങ് ഇന്ന് പോയെന്നൊന്നും നടക്കത്തില്ല. കാരണം മൈനിങ് നാളെ ഉള്ളു. ഈ മൈനിങ് ഒരു വട്ടം പോയി തന്നെ മതിയായി. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. പിന്നെ ബെല്ല് അടിച്ച് പൊട്ടിച്ച് അങ്ങോട്ട് ഓൾ ഇടുക, സബ്സ്ക്രൈബ് അടിക്കുക. ഒരു മണിയുടെ ഒരു ബട്ടൺ കാണിക്കും, ഓൾ കൊടുക്കുക, സെറ്റ്. അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആ സ്പോട്ടിൽ നിങ്ങൾക്ക് കിട്ടും. സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് അത് തന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് കൊടുത്ത് ഓൾ നോട്ടിഫിക്കേഷൻ കൊടുക്കുക. അങ്ങനെ സപ്പോർട്ട് ചെയ്ത് പിന്നെ കൂട്ടുകാർക്കോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഒരു മിനിറ്റ്. പിന്നെ നമ്മുടെ ബാക്കിയുള്ള ആർപിയുടെ പിള്ളേരുടെ ചാനലിന്റെ ലിങ്ക്സും അവന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടപ്പുണ്ടാവും. നിങ്ങൾ അതെല്ലാം ഒന്ന് കയറി ചെക്ക്ഔട്ട് ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഗൈസ്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കോടെ ചെയ്തേക്കാം, ഇഷ്ടപ്പെട്ടില്ലേ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ ആർപിയുടെ പിള്ളേരുടെ ചാനലിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. സോ ഇന്നത്തെ ടാറ്റ, ബൈ ബൈ, സീ യു, ഗുഡ് ബൈ. എല്ലാവരും ഒരു ടാറ്റ കൊടുത്ത് തരും. Bye guys, bye. Bye bye.